വാട്സപ്പിൽ കുറെ ചോദ്യം വരുന്നു. ഈ എന്ത് കിസിന്റെ ചോദ്യം മനസ്സിലായിട്ട? എന്തല്ലോ ചോദ്യം. വലിയ വലിയ ഉസ്താദുമാരുടെ മുമ്പിലെല്ലാം, വലിയ വലിയ ആലിമീങ്ങളെയെല്ലാം പൊതുജനങ്ങളെ മുമ്പില് ഒന്നും തിരിയാത്ത വിഡ്ഢികളാക്കി മാറ്റാൻ ചില പരമവിഡ്ഢികൾ ഉണ്ടാക്കിയ ചില ഏർപ്പാടുകൾ. ചോദ്യം എന്ത്? ബുറാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അയാളുടെ കാലിൽ എത്ര ബെരലുണ്ടായി ബുറാക്കിന്റെ വാനത്തിൽ? പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ കല്യാണം കഴിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ തലയിൽ നരച്ച മുടി എത്ര? മൂന്നാമത്തെ ചോദ്യം, മദീനത്തെ പള്ളിയുടെ ആ സൈഡ് ഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലെ മൂന്നാമത്തെ വാതിലിന് അടിച്ച ആണി എത്ര? ഇതെല്ലാം നോക്കാൻ പോലെ ഇളവണി. ഇനിയിപ്പോ ആൻസർ കൊടുക്കണോ? ആൻസർ കൊടുത്തില്ലെങ്കിൽ ഉസ്താദ് 8:30 മണിക്ക് മുന്നേ വാട്സപ്പിൽ ഉസ്താദ് 8:30 മണിക്ക് മുന്നേ ആൻസർ ഉസ്താദ് ഇത് ആൻസർ ചൊന്നെങ്കിൽ നാളത്തെ ബുക്ക് നക്ക് സമ്മാന. അപ്പൊ ഉസ്താദ് ആൻസർ ചൊല്ലറും. മദീനത്തെ പള്ളിന്റെ ഡോറിന്റെ ബിജാക്കറി ഇയാൾ കണ്ട? അല്ല ബുറാക്കെന്ന മൃഗത്തിന്റെ ഉഗ്രത്തിന് ഇയാൾ നോക്കിനെ? ഏതോ ഒരു കിതാബിൽ എവിടെ ഉണ്ടോ ഈ ചങ്ങായി? ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന മനുഷ്യന് വില പണിയൊന്നുമില്ല. ഏതോ ബുക്ക് എടുക്കുക, ഇപ്പോ നെറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ PDF കാണും. ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ട് അതിന്റെ ആൻസർ അവിടെ തന്നെ ഉണ്ടാവും. അതിനെ മെല്ലെ കട്ടാക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് സൈഡിൽ വെച്ചിട്ട് പിന്നെ വന്നോർക്കല്ലീനെ കൊടുത്തിട്ടാകുമ്പോ അയാളെ സലാമത്തായി. ഇവിടെ വിഡ്ഢികളായതാര്? ഈ വലിയ ആലിമീങ്ങൾ. കാലങ്ങളേറെ അല്ലാഹുവിന് വേണ്ടി ദർസ് നടത്തുന്ന ആലിമീങ്ങൾ. സത്യത്തിൽ അവർക്ക് ഉത്തരം അറിയാഞ്ഞിട്ടല്ല, ഒരു സുപ്രഭാതത്തിൽ അത് കിട്ടാതെ പോയി. അത് തെറ്റല്ല. അവർക്കുള്ള വലിയൊരു മതിപ്പ് ജനങ്ങളുടെ ഇടയിൽ ഇല്ലാണ്ടാക്കുന്ന ഈ ഒരു പ്രഹസനം, ഇത് കുറച്ച് കൺട്രോൾ ചെയ്യണം. ഞാൻ അതിന് പാടേ എതിർക്കുന്നതല്ല. ക്വിസ് മത്സരം ഉണ്ടാക്കി എന്തെല്ലാം ചോദ്യം. മുഞ്ഞാന്ന് ഒരാൾ എന്നോട് വിളിച്ചിരിക്കുന്നു, ഉസ്താദ് ഈ അജ്റുൽ അസ്വദ് കല്ലുണ്ടല്ലോ ഉസ്താദ്, ഉണ്ടോ? അതിൻ്റെ ഉള്ളിലുണ്ടോ? അല്ല ഉസ്താദ് അതിൻ്റെ ഉള്ളിൽ അത് കണ്ട പീസായിട്ടെല്ലാം ഇപ്പൊ വെച്ചിനല്ലേ. അജ്റുൽ അസ്വദ് കല്ലിനെ ഒരു യുദ്ധത്തിൽ പൊടിയാക്കപ്പെട്ടുവല്ലോ. ഇറാനുകാരുമായിട്ട് അവിടെ ഏറ്റുമുട്ടലുണ്ടായി. ആ കല്ലുകൾ തകർക്കപ്പെട്ടു. പിന്നീട് അതിനെ കാലങ്ങൾക്ക് ശേഷം അതിനെ വീണ്ടെടുത്തു. അവർ നല്ല മേങ്ങി പിടിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചു. വലിയ ചരിത്രമാണത്. അപ്പൊ ഉസ്താദ് അതിൽ ഇത്ര കഷ്ണം ഉണ്ടല്ലോ? ഉണ്ട്. അപ്പൊ ഉസ്താദ് ഒരു കഷ്ണം എത്ര ഗ്രാം ആവും? അതിൻ്റെ ഉള്ളിൽ വെച്ച് ഈയം കൊണ്ടുണ്ടാക്കിയ കൂട്ടിൻ്റെ ഉള്ളിൽ വെക്കപ്പെട്ട അജ്റുൽ അസ്വദിന്റെ വ്യത്യസ്ത കഷ്ണങ്ങൾ ഇത്രയുണ്ട് കണക്കുണ്ട് കിതാബില്. ഉസ്താദ് അപ്പൊ ഒരു കഷ്ണം എത്ര ഗ്രാം? എന്നൊരു ചക്കര. ഓന്റെ ചോദ്യം. അല്ല, ഏത് വലിയ അറിയുന്നവർ പോലും പെട്ടെന്ന് അതിന്റെ ആൻസർ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് അറിയില്ല എന്നാണോ? ജമ്മുൽ ജവാമിയില് കാണാ, വലിയ കിതാബാണ്. മദീനയുടെ ഇമാം ഇമാം ഷാഫി തങ്ങളെ ഉസ്താദായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു. വർക്കപ്പറ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയുടെ ഇമാമാണ്. ലോകത്തിന്റെ ഇമാമാ, നമ്മുടെ ഇമാമുന ഷാഫി തങ്ങളെ ഉസ്താദാണ്. ആ മഹാനരോടതാ 40 ചോദ്യം ചോദിക്കപ്പെട്ടു. 40 ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. 40 ചോദ്യം ഒറ്റയടിക്കാണോ ചോദിച്ചത്, അതല്ല ഘട്ടം ഘട്ടമായിട്ടാണോ ചോദിച്ചത് എന്ന് ഞാൻ അറിയില്ല. ഏതായാലും ആ മഹാനരോട് 40 ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. പക്ഷേ ഇൽമിന്റെ അറിവിന്റെ ജ്ഞാനത്തിന്റെ ഭണ്ഡാരമായ അറിവിന്റെ സാഗരമായ ആ വലിയവരായ മഹാനര, 10 ലക്ഷത്തോളം ഹദീസ് കാണാതെ പഠിച്ച മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങള് തന്നോട് ചോദിക്കപ്പെട്ട 40 ചോദ്യങ്ങളിൽ നിന്ന് 39 ചോദ്യങ്ങൾക്കും പറഞ്ഞ ആൻസർ എന്തറിയാ? മറുപടി എന്തറിയാ? ലാ അദിരീ, എനിക്കതിന്റെ ആൻസർ അറിയില്ല, എനിക്കതിന്റെ ഉത്തരം അറിയില്ല. അറിയാഞ്ഞിട്ടല്ല, അവരുടെ താഴ്മ കൊണ്ടാകാം, അവരുടെ എളിമത്തരം കൊണ്ടാകാം. അതല്ലെങ്കിൽ പെട്ടെന്ന് പറയുക എന്നത് ഒരു ആലിമിനുള്ള നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല. ചോദിച്ചതിന് സഡൻല് മറുപടി, അത് എത്ര വലിയ ആളായെങ്കിലും നല്ലതല്ല. കുറച്ചൊക്കെ ആലോചിച്ച് സമാധാനത്തിൽ പറയണോ. ആ നിലപാട് സ്വീകരിച്ചതാകാം. ഏതുമാകട്ടെ, ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് പലതിനും ആ മഹാനർ കൊടുത്ത മറുപടി എനിക്കറിയില്ല,
ഈ മറുപടി പറഞ്ഞതിന്റെ പേരില് മാലിക് തങ്ങളെ ആരെങ്കിലും തള്ളുമോ? അയാളെ ആരെങ്കിലും കമ്മിറ്റിക്ക് പുറത്തിടുമോ? അയാൾ ആരെങ്കിലും പോസ്റ്റിൽ നിന്ന് താഴെയിടുമോ? ഇല്ലല്ലോ. ഏതുമാകട്ടെ ഇത്തരത്തിൽ വലിയവരായ സമുദായത്തില് സമാജത്തില് വലിയ വിലയും നിലയും കളിപ്പിക്കപ്പെടുന്ന ഉന്നതരായ മഹാന്മാരായ ആലിമീങ്ങളെ ഒരു നിമിഷം കൊണ്ട് സമുദായത്തിന്റെ ഇടയിൽ ചെറുതാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുവെങ്കിൽ സമുദായം ജാഗ്രത പാലിക്കണേ. ഈ ഒരു ശൈലി ശരിയല്ല. പിന്നെ എല്ലാത്തിനും ആൻസർ പറയാൻ കഴിയുമെങ്കിൽ, എല്ലാ ഇൽമും പറയാൻ കഴിയുമെങ്കിൽ, എല്ലാ ഇൽമും ലഭിച്ചവനാണെങ്കിൽ, ഇല്ല ലോകത്ത് പിന്നെ അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ശമ്പളമോ കൂലിയോ, അയാളെ പ്രസംഗിച്ച പ്രസംഗത്തിന് കൊടുക്കാൻ പറ്റിയ പൈസയോ ഞങ്ങളെ കയ്യിലില്ല. കാരണം ഇൽമിനെ വില കെട്ടാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അബൂ ജാഫർ റളിയല്ലാഹു അൻഹു തങ്ങള് മഹാനരോട് വന്നിട്ട് ഒരു സാധു ചോദിക്കുകയാണ്, അല്ല തങ്ങള് ഒരു ചോദ്യമുണ്ട്, മറുപടി പറയാമോ? ചോദ്യം അയാൾ ചോദിച്ചോ. മഹാനരായ അബൂ ജാഫർ തങ്ങൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, എനിക്കതിന്റെ ഉത്തരം അറിയില്ല, ആൻസർ അറിയില്ല. ഇത് പറഞ്ഞപ്പോ വന്നയാള് ചോദിച്ചെന്തറിയാ, വന്നയാള് പറഞ്ഞെന്തറിയാ, നിങ്ങളുടെ നാട്ടിന്റെ കാളിയല്ലേ, ഈ നാടിന്റെ കാളിയല്ലേ, ഗവൺമെന്റ് ശമ്പളം തരുന്ന വലിയ ഖതീബല്ലേ, നിങ്ങൾക്ക് നല്ല ശമ്പളം ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മാസാമാസം വാങ്ങുന്നുണ്ട്, അതേ 10,000 15,000 ദീനാർ, അതല്ലെങ്കിൽ ദിർഹമോ, ഇത്രയെല്ലാം ശമ്പളം വാങ്ങുന്ന നിങ്ങള് മറുപടി പറയുന്നത് അറിയില്ല എന്നാണോ? ആൻസർ അറിയില്ല എന്നാണോ? എന്നവിടെ വന്നയാള് ചോദിച്ചപ്പോ മഹാനായ അബൂ ജാഫർ തങ്ങൾ പറഞ്ഞെന്തറിയോ, അതേ അതേ എനിക്കറിയില്ല എന്ന് പലതിനും മറുപടി പറയാനുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ചെറിയ ശമ്പളം എനിക്ക് തരുമ്പോൾ ഞാനത് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത്. ഒരു വേള എല്ലാം അറിയുന്ന ഒരാളാണ് ഞാനെങ്കിൽ, എല്ലാത്തിനും മറുപടി പറയാൻ പറ്റിയ ഒരാളാണ് ഞാനെങ്കിൽ, ചോദിക്കപ്പെടുന്ന മുഴുവനും കൈകാര്യങ്ങൾ ചെയ്ത് പരിഹാരം നൽകപ്പെടാൻ പാകതയിലുള്ള ഒരാളാണ് ഞാനെങ്കിൽ, ഈ ലോകം മുഴുവനും നിങ്ങൾ ശമ്പളമായി തന്നാലും അത് എന്റെ കൂലിയാവില്ല, അത് എന്റെ ശമ്പളമാവില്ല. പിന്നെ നിങ്ങൾ ഈ ഗവൺമെന്റ് തരുന്ന പൈസ, നിങ്ങൾ ഈ ഗവൺമെന്റ് തരുന്ന ഈ ശമ്പളോ, നിങ്ങൾ ഈ കമ്മിറ്റി നിശ്ചയിച്ച ഈ ശമ്പളോ, അത് എന്റെ ഈ അറിവനുസരിച്ചിട്ടുള്ള ഈ അറിവില്ലായ്മക്കും കൂടിയാണ്. എനിക്കറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഇയാള് അറിയില്ലാന്ന് ചെല്ലാനാ നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, അതിനെന്നെ എല്ലാം അറിയുന്നതാണ് ചെല്ലുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ശമ്പളം മതിയാവല്ല, അറിയലാൻ ചെല്ലുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ ശമ്പളം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥമായ ശരിക്കുള്ള ഇൽമിനെ വില കെട്ടാൻ ഒരാൾക്കും സാധ്യമല്ല. ഇരിക്കട്ടെ